കുടുംബത്തോടൊപ്പമുള്ള സമയം എങ്ങനെയാകണം എന്നാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ക്രിസ്റ്റൽ ടച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ കുടുംബം എന്ന് പറയുന്നത് അവർക്ക് അത്രയേറെ പ്രാധാന്യമുള്ളതായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. ഇനി അങ്ങനെയല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും എവിടേക്ക് എത്തി എന്ന് പറഞ്ഞാലും നല്ലൊരു കുടുംബത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടാകും, കുടുംബവുമായി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ എന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങളുടെ കുടുംബമായി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്നത് ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല സ്പെൻഡ് ചെയ്യേണ്ടത്, മറിച്ച് ക്വാളിറ്റി ഓഫ് ടൈം ആണ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ കുടുംബവുമായി സ്പെൻഡ് ചെയ്യേണ്ട സമയം എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ടു എൻഹാൻസ് റിലേഷൻഷിപ്പ് എന്നതാണ്. ആ ഒരു ബന്ധം വളർത്തിയെടുക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഇങ്ങനെ ബന്ധങ്ങളിലൂടെ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും അല്ലെങ്കിൽ ഒരു പേരൻസും കുട്ടികളുമായുള്ള റിലേഷൻഷിപ്പ് ആയാലും ഇതെല്ലാം നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുമായിട്ട് ഒരു നല്ല സ്നേഹബന്ധവും അവരെ നന്നായിട്ട് കെയറും ചെയ്ത് അവർക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കണം. ഇങ്ങനെ അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുമ്പോൾ മാത്രമാണ് ആ ബന്ധം നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റോ 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം അവരോടൊപ്പം ആകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. മറിച്ച് ചിലവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കുടുംബവുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിന്റെ പകുതിയോളം ടിവിക്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനൊക്കെ ടൈം കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന് ഒരു അർത്ഥവുമില്ല. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം അവരോടൊപ്പം ആകാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. 2, ടു ഡെവലപ്പ് വാല്യൂസ് ഇൻ ചിൽഡ്രൻസ്. നമ്മളുടെ കുട്ടികളിലേക്ക് ഒരു മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനായിരിക്കണം ഈ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്തിനാണ് കുട്ടികളിലേക്ക് ഇങ്ങനെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ കണ്ട ലോകമല്ല നമ്മളുടെ കുട്ടികൾ കാണുന്നത്, നമ്മളുടെ കുട്ടികൾ കണ്ട ലോകമല്ല അവരുടെ കുട്ടികളും കാണാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് മൂല്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടാകും. അത് നമ്മൾക്ക് നമ്മളുടെ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കാൻ കഴിയണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം മുതിർന്ന വ്യക്തിയോട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ പെരുമാറണം, അത്തരമുള്ള മൂല്യങ്ങൾ നമ്മൾക്കറിയാം. ഇങ്ങനെയുള്ള മൂല്യങ്ങൾ നമ്മൾക്ക് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. 3, ടു ബിൽഡ് സെൽഫ് എസ്റ്റീം. നമ്മൾ നമ്മുടെ കുട്ടികളുടെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന്റെ കൂടെ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീമും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാവുകയും അവർക്കൊരു പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. 4, ടു ക്രിയേറ്റ് മെമ്മറബിൾ മൊമെന്റ്സ്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ കുടുംബവുമായി സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടായിരിക്കും, പല വിലപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ കുടുംബവുമായി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതായിരിക്കും. അങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി ചോദിക്കാം, അല്ലെങ്കിൽ കുട്ടികളുമായി ചോദിക്കാം, നിങ്ങൾക്ക് ഏതൊരു സമയമാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടിയിരുന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവര് പറയും അന്ന് നമ്മൾ ഒരുമിച്ച് ഒരു ആഹാരം കഴിച്ച കാര്യങ്ങള് അങ്ങനെയുള്ള അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബവുമായി ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സമയം നമ്മൾ വളർത്തിയെടുക്കുക. 5, ടു റിലീവ് സ്ട്രെസ്. നമ്മളുടെ ഈ തിരക്കിൽ, ഈ ജീവിത സാഹചര്യത്തിൽ നമ്മളുടെ സ്ട്രെസ് എല്ലാം ഒന്ന് കുറയ്ക്കാൻ പറ്റിയ ടൈം ആയിരിക്കും നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള ടൈം. എന്നാൽ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും, നമ്മളുടെ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലേ സ്ട്രെസ് കൂടുന്നതെന്ന്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം നല്ല രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നല്ലൊരു ബന്ധമായിരിക്കില്ല നിങ്ങൾ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ കൂടെ ആയിരിക്കുമ്പോൾ സ്ട്രെസ് അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. മറിച്ച് നല്ലതാണെങ്കിൽ നല്ല ചിന്തയായിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ ജീവിത ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു പ്ലേസ് ആയിരിക്കണം നമ്മുടെ കുടുംബം എന്നത്. എല്ലാം മറന്ന് പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കുവാനുള്ള ഒരു നിമിഷം തന്നെയാണ് ഫാമിലി ടൈം. 6, ടു ഗെറ്റ് ലവ് ആൻഡ് സപ്പോർട്ട്.
നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു സപ്പോർട്ടും ലവും എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവുമായി ഒരു ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യണം. അവരെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട സ്നേഹവും കെയറും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പലതും അവരിൽ നിന്ന് ചോദിക്കാതെ തന്നെ നമ്മൾക്ക് കിട്ടിത്തുടങ്ങും. അവർക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റിവെക്കുക എന്ന് തന്നെയാണ്. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും നിങ്ങളുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അതിനോളം ശക്തി മറ്റൊരു ബന്ധത്തിനും തരാൻ കഴിയില്ല. ഈ ഒരു 6 കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കുടുംബവുമായി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.